വേറെ പല പണി നോക്കല്ലേ. തൗബ ചെയ്ത് ജമിയത്തുലമക്ക് ഒരു കത്ത് കൊടുത്തിട്ട് തെറ്റുപറ്റിപ്പോയി പൊറുക്കണം എന്ന് അറിഞ്ഞോളി, ഇങ്ങോട്ട് വന്നോളി, നമ്മൾ നിങ്ങളെ സ്വീകരിക്കും. അപ്പോൾ അത് മനസ്സിലായി, മൂപ്പര് ജമിയത്തുൽ ഉലമൻ്റെ പ്രധാനപ്പെട്ട ഒരാളാണ് എന്ന് മനസ്സിലായി. കാരണം നിങ്ങൾ ജമിയത്തുൽ ഉലമക്ക് തൗബ ചെയ്തിട്ട് കത്ത് കൊടുത്തോളൂ, പൊറുക്കണേ എന്ന് പറഞ്ഞിട്ട് കത്ത് കൊടുത്തോളൂ, ഞങ്ങൾ അത് സ്വീകരിച്ചോളാം, ഞങ്ങളത് പൊരുത്തപ്പെട്ട് തന്നോളാം. അപ്പോൾ വലുവന്നഹും യളലമു അൻഫുസഹും ജാഊ ജമിയത്തുൽ ഉലമൽ മുജാഹിദീൻ എന്ന ആയത്ത് പണി ഉണ്ടാവുകയൊക്കെ നമ്മൾ കാണാത്ത ആയത്ത് പോലും കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ടേക്കാരം നമ്മൾ കണ്ട ആയത്തനുസരിച്ച് ജാവൂക്ക നബിയെ തങ്ങളോട് അവരാതി പറഞ്ഞ് ഇർത്തക്കബുത്തുൽ ഖത്ത എന്ന് ആ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ അങ്ങനെ ചെയ്താലെന്താകും, ഇസ്ലാമെന്ന് പുറത്തു പോകുകയും ചെയ്യും. അങ്ങനെയാണല്ലോ ഇപ്പോൾ ഉള്ളത്. അതാണ് നിൽക്കട്ടെ. അപ്പോൾ എന്താണ് ഇപ്പോൾ ഈ ജിന്നി വിഭാഗക്കാർ പാവങ്ങൾ ചെയ്ത തെറ്റെന്താ? അതാണ് ഞാൻ അടുത്തത് അയാൾ പറയാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് അതാണ് മട്ടം. മനസ്സിലായോ? ആദർശപ്പുറത്തിലേക്ക് വരി. അള്ളാഹുവിനെ പേടിക്കുന്നത് പോലെ ജിന്നുകളെ പേടിക്കുന്ന നിങ്ങളെ ഞങ്ങൾ പേടിക്കൂല. അള്ളാഹുവിനെ പേടിക്കുന്നത് പോലെയാണ് ജിന്നി വിഭാഗം ആളുകൾ ജിന്നിനെ പേടിക്കുന്നത്, അതുകൊണ്ട് നിങ്ങളെ ഞങ്ങൾ പേടിക്കൂല എന്നാണ് പറഞ്ഞത്. ഇവിടെ ഒറ്റ ചോദ്യത്തിന് ഉത്തരമാണ് ഈ ആരോപണം നടത്തുന്ന ആൾ, അല്ലെങ്കിൽ ജിന്നി വിഭാഗം അള്ളാഹുവിനെ പേടിക്കുന്നത് പോലെയാണ് പേടിക്കുന്നത് എന്ന് പറയുന്ന മുജാഹിദുകാരോട് ഒരു സംശയം. ഒരു പേടി എപ്പോഴാണ് അള്ളാഹുവിനെ പേടിക്കുന്നത് പോലെയുള്ള പേടിയാവല്? ഇതിനൊരു ഉത്തരങ്ങൾ പറഞ്ഞു കൊടുക്കുക. അല്ലെങ്കിൽ ഇവരേക്കുന്ന ഉത്തരം കിട്ടുന്നൊരു പ്രതീക്ഷ അല്ല, അതിനൊരു ഉത്തരം കിട്ടുന്ന രീതിയിലുള്ള ഒരു പ്രയോഗം കേരളത്തിൽ ഭൂമി മലയാളത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനം പിളരൂല എന്നുള്ളതാണ് സത്യം. ഇതിന് കൂടുതലൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഈ പറഞ്ഞതിനൊരു ഉത്തരം കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഏത് പറഞ്ഞതിന് അള്ളാഹുവിനെ പേടിക്കുന്നത് പോലെ ഒരു പേടി എപ്പോഴാണ് ആകുക എന്നുള്ള മറുപടി മുജാഹിദിൻ്റെ സ്റ്റേജിൽ നിന്ന് നാട്ടുകാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ മുജാഹിദ് പിളരേണ്ട യാതൊരു ആവശ്യമില്ല. ഇത് സത്യമാണ്. അല്ലെങ്കിൽ നോക്കി ഇനി ആരെങ്കിലും ഏതെങ്കിലും ഒരു മുജാഹിദ് അള്ളാഹുവിനെ പേടിക്കുന്നത് പോലെയുള്ള പേടി എപ്പോഴാകുക? ഫയ്യായ ഫറഹബൂൻ, എന്നെ മാത്രം നിങ്ങൾ പേടിക്കണം എന്നുള്ള പറഞ്ഞതാണ്. അപ്പോൾ ഇത് എന്താണ് എന്ന് നാട്ടുകാർക്ക് തിരിയുന്ന ഭാഷയിൽ, വെറുതെ ഇങ്ങനെ കുറേ ആൾക്കാരെ പൊട്ടീസാക്കുന്ന രീതിയിൽ കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറം ഇപ്പുറം എന്നൊക്കെ പറഞ്ഞ് അദൃശ്യം അഭൗതികം പിന്നെ കാരണങ്ങൾക്ക് അതീതം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരെ വട്ടം കറക്കരുത്. ഒരു തിരിണ കോലത്തിൽ തന്നെ പറഞ്ഞു കൊടുത്താൽ നല്ല മട്ടായിരുന്നു ഒന്ന്. അല്ലെങ്കിൽ ജിന്നി വിഭാഗക്കാരെന്ത് പറയാം, ഞങ്ങൾ അള്ളാഹുവിനെ പേടിക്കുന്നുണ്ട്, ഓക്കെ തന്നെയാണ്, ജിന്നിനും പേടിക്കുന്നുണ്ട്, അതും ഓക്കെ തന്നെയാണ്. പക്ഷേ ഞങ്ങൾ അള്ളാഹുവിനെ പേടിക്കുന്നതും ജിന്നിനെ പേടിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അതിൻ്റെ വ്യത്യാസം ഇന്നാലിന്ന കാരണത്തിലാണ് എന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. രണ്ടാലൊരു സംഗതി നടന്നിട്ടില്ലെങ്കിൽ ഇതിങ്ങനെ പൊന്തമത്തച്ച് ഇങ്ങനെ നടക്കുന്നേരം അള്ളാഹിനെ പേടിക്കുന്നത് പോലെയാണ് പേടിക്കുന്നത്. ഫയ്യായ ഫറഹബൂൻ എന്നതിന് എതിരാണ്, അള്ളാഹിനെ മാത്രം പേടിക്കണം എന്നതിനെതിരാണ്. ഇതൊക്കെ വരും. അപ്പോൾ ഈ പേടിമൊന്നും മാത്രം നിൽക്കൂല. എത്ര കാലം വിളിച്ച് പ്രാർത്ഥന ആകുമ്പോഴുള്ള പ്രശ്നമുള്ളത്. ഇപ്പോൾ പേടിയും വരെ ശിർക്കാക്കി തുടങ്ങി, മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് ഇത് വല്ലാത്ത പേടിയുള്ള കാര്യമാണ്. ഇനി എന്തൊക്കെയാണ് ശിർക്കാക്കുക എന്ന് പറയാൻ പറ്റൂല. പിന്നെ ഫസ്കുറൂലില്ലാഹിൻ കുന്തും ഇയ്യാഹു തഅബുദൂൻ എന്ന ആയത്തുണ്ടല്ലോ. അള്ളാഹ്ക്ക് മാത്രമേ നന്ദി പറയാൻ പറ്റൂ, അള്ളാഹ്ക്ക് മാത്രമേ ഇബാദത്ത് എടുക്കുന്നവരാണെങ്കിൽ അള്ളാഹ്ക്ക് നന്ദി പറയണമെന്നുണ്ടല്ലോ. അള്ളാഹുവിന് നന്ദി പറഞ്ഞാൽ അത് ഇബാദത്താന്നുള്ളത് എല്ലാവർക്കും അറിയാലോ. എന്നപ്പോൾ ഗൾഫ് പോയി വരുന്നവരൊക്കെ മുശ്രിക്കീങ്ങളേറും. കാരണം ഒരു ശുക്രൻ അല്ലെങ്കിൽ മഷ്കൂർ എന്നൊക്കെ പറയാതെ ഇവിടുന്ന് പോരലില്ല. അപ്പോൾ അത് ശുക്രൻ പറഞ്ഞാൽ അഷ്കുറൊക്കെ ശുക്രൻ, എനിക്ക് ഞാൻ ശുക്ർ ചെയ്യുന്നു എന്നതിൻ്റെ അർത്ഥം നന്ദി പറയുന്നു, നല്ലാക്കല്ലേ പറയണതേ. 1-2 റിയാൽ ഏറത്തെ കിട്ടിയാലോ അല്ലെങ്കിൽ ഭക്ഷണത്തിന് വിളിച്ചാലോ ഒക്കെ പറയും, ശുക്രൻ പറയും. അപ്പോൾ അതിനൊക്കെ ശിർക്ക് വരും. അപ്പോൾ ജനങ്ങൾ അള്ളാഹുനക്ക് മാത്രമേ ശുക്ർ ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെ തുടങ്ങിയിട്ട് ഇനി ഒരുപാട് ശിർക്കുകൾ ഇനി വരും. അതിന് മുമ്പായിട്ട് ഇതൊരു തീരുമാനമാക്കി നിങ്ങൾ പഠിച്ചോനെ വിചാരിച്ചിട്ട്, ഒരു പേടി എപ്പോഴാണ് ശിർക്കാകുക? അല്ല, അത് വേണ്ട, അത് പറയുമ്പോൾ നിങ്ങൾ ബേജാറാവും. ഒരു പേടി എപ്പോഴാണ് അള്ളാഹുവിനെ പേടിക്കുന്നത് പോലെ ആകുക? രണ്ടാലൊരു ഉത്തരം പറയണേ, എന്നാലും നമുക്കിത് അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഇനി ഒരുപാട് ശിർക്കിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ കടന്നു വരും, ഇവിടെ നിന്നും തീരൂല. അല്ലാണ്ട് തേടുന്നമാര് ജിന്നോട് തേടും, നിങ്ങളെ ഞങ്ങൾ വിശ്വസിക്കൂല. അടുത്ത ശിർക്ക് ഏതാ? അള്ളാഹുവിനെ വിളിക്കുന്നത് പോലെയാണ് നിങ്ങൾ ജിന്നിനെയും വിളിക്കുന്നത്, മനസ്സിലായില്ലേ? ബഹുദൈവ വിശ്വാസികളാ നിങ്ങൾ. അതൊക്കെ മാറ്റിയിട്ട് അതുകൊണ്ട് നിങ്ങൾ കാഫറുകളാണ്, ബഹുദൈവ ആരാധകരാണ്. എത്ര ദൈവം ഉണ്ടാവും? ബഹുദൈവർമാൻ എല്ലാവർക്കും അറിയാലോ.
ഒരുപാട് ദൈവങ്ങൾ. കാരണം ജിന്നുകൾ കുറേ ഉണ്ടല്ലോ. അപ്പോൾ ഭയങ്കര ബഹുദൈവം തന്നെ കാരണം ഇവിടെ സംഭവിക്കാം. ഇവിടുത്തെ വിഷയം ഇപ്പം എന്താ വെച്ചാൽ ഇവിടെയും തന്നെ നാട്ടുകാർക്ക് തീരേണ്ട ഒരു വിഷയമുണ്ട്. ഇത് തമ്മിൽ പറഞ്ഞു പോയിട്ട് കാര്യമില്ലല്ലോ, വിഷയം തീരുമാനമാകണമല്ലോ. എപ്പോഴാണ് ഒരു വിളി അള്ളാഹുവിനെ വിളിക്കുന്നത് പോലെയുള്ള വിളി ആവല്? അപ്പോൾ വിസ്റ്റം ഗ്രൂപ്പിൻ്റെ കൂടെ ഇവരെല്ലാവരും ഒന്നിച്ചായിരുന്നല്ലോ. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഒന്നിച്ചുണ്ടായിരുന്ന ഒരു തീരുമാനം ഉണ്ടാവും. ആ തീരുമാനം അനുസരിച്ചാണ് വിസ്റ്റം ഗ്രൂപ്പ് ജിന്നിനെ വിളിക്കുമ്പോൾ ഈ ജിന്നിനെ വിളിക്കുന്ന വിസ്റ്റം ഗ്രൂപ്പാകുന്ന മുജാഹിദ് വിഭാഗക്കാർ അള്ളാഹുവിനെ വിളിക്കുന്നത് പോലെയാകുന്നത്. അപ്പോൾ ജിന്നിനെ വിളിക്കുമ്പോഴൊക്കെ അള്ളാഹുവിനെ വിളിക്കുന്നത് പോലെയാകുന്നു. ഇതാണ് വിഷയം. ജിന്നിനെ വിളിക്കുമ്പോൾ അള്ളാഹുവിനെ വിളിക്കുന്നത് പോലെയാകുന്നു. എന്തുകൊണ്ടായിരിക്കും അതിൻ്റെ കാരണം? അത് അദൃശ്യമായ വസ്തുക്കളാണ്, അല്ലെങ്കിൽ അദൃശ്യമായ ആളുകളാണ് ജിന്നുകൾ. അപ്പോൾ അഥവാ നമ്മൾ കണ്ണോട് കാണൂലാന്ന്. അദൃശ്യം പറയുമ്പോൾ അദൃശ്യം അഭൗതികം എന്നൊക്കെ പറഞ്ഞാണ് ഇവര് എന്തൊക്കെയോ ആക്കി വെച്ചിട്ടുണ്ട്. കണ്ണുകൊണ്ട് കാണാത്ത, നമ്മൾ മുമ്പിലില്ലാത്ത സംഗതിയാണ് ജിന്നുകൾ. അള്ളാഹും നമ്മളെ മുന്നിലില്ല, വൈബാണ്. അപ്പോൾ അദൃശ്യമാണ്. അപ്പോൾ വൈബായ അദൃശ്യമായ അള്ളാഹുവിനെ വിളിക്കുമ്പോൾ അള്ളാഹിനെ കാണുന്നില്ലല്ലോ. അപ്പോൾ കാണാത്ത ജിന്നിനെ വിളിക്കുമ്പോൾ എന്തായി? അത് അള്ളാഹുവിനെ വിളിക്കുന്നത് പോലെയായി. അതാണോ ഇവരുദ്ദേശിക്കുന്നത്? വേറെ ഏതെങ്കിലും രീതിയിലാണോ എന്നറിയില്ല. എങ്ങനെയായാലും വേണ്ടില്ല. എന്തുകൊണ്ടാണ് ജിന്നിനെ വിളിക്കുമ്പോൾ അള്ളാഹുവിനെ വിളിക്കുന്നത് പോലെ ആയത്? ഇനി ജിന്നി വിഭാഗം പറയേണ്ടത് എന്താ? ഞങ്ങൾ ജിന്നിനെ വിളിക്കുന്നൊക്കെ ഉണ്ട്. അഹ്മദ് ബിൻ ഹംബലും അതുപോലെ തന്നെ ബൈഹഖി ഇമാമും ഇമാം നബവിയും ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഡസൻ കണക്കിന് വലിയ വലിയ ഇമാമിങ്ങളൊക്കെ യാ ഇബാദല്ലാഹി അഈനൂനി എന്നൊക്കെ പറഞ്ഞ് അവർ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരുമായി ബന്ധപ്പെട്ട് സഹായാർത്ഥന നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അത് ശിർക്കാണെന്ന് പറയാൻ പറ്റൂല. ഇവരൊക്കെ മുശ്രിക്കീങ്ങളെന്ന് പറയാൻ നമുക്ക് സൗകര്യമില്ല എന്നാണ് വിസ്റ്റം ഗ്രൂപ്പിൻ്റെ പ്രഖ്യാപിത ന്യായം. അപ്പോൾ ഈ നയം ഇവർ പ്രഖ്യാപിക്കുമ്പോൾ ഇവിടെ ഒരു വിഷയം വരുന്നുണ്ട്. ജിന്നിനെ വിളിക്കുമ്പോൾ എന്തുകൊണ്ട് അത് അള്ളാഹുവിനെ വിളിക്കുന്നത് പോലെ ആകണില്ല എന്നുള്ളത് ഇവരും പറഞ്ഞു കൊടുക്കണം. ഇത് മട്ടത്തിലാണ് പറഞ്ഞു കൊടുത്താൽ മുസ്ലിം ഉമ്മത്തിലെ ഇതുവരെ ശിർക്കാക്കിയ പല സംഗതികളും നാളെ മുതലൊന്ന് മറിച്ച് ചിന്തിക്കാനുള്ള അവസരം ഉണ്ടാവും. അതുകൊണ്ടത് ചോദിക്കണത്.